വിഷുവൊക്കെ കഴിഞ്ഞു. പല രീതിയിലുള്ള പല പ്രവചനങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ചില നക്ഷത്ര ജാതകർക്കൊക്കെയും വളരെയേറെ നേട്ടങ്ങൾ തന്നെയാണ്. എന്നാൽ ചില നക്ഷത്ര ജാതകർക്ക് വിഷുഫലം വളരെയേറെ മോശം കൂടി തന്നെയാണ്. വിഷുഫലമാണെങ്കിലും മറ്റേത് ഫലമാണെങ്കിലും ഒരു നക്ഷത്ര ജാതകൻ്റെ ദശാകാലം, നവഗ്രഹ അപഹാരത്തികൾ, ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി, ഇതൊക്കെ വിഷുഫലത്തെ മാറ്റിമറിക്കാം. അതായത് നക്ഷത്ര ദശാകാലം നല്ലതാണ് എങ്കിൽ വിഷുഫലത്തേക്കാൾ ഉപരി ഇവർക്ക് മറ്റെന്തൊക്കെയോ ഫലങ്ങളുണ്ട്, മറ്റെന്തൊക്കെയോ നേട്ടങ്ങളുണ്ട്. നക്ഷത്ര ദശാകാലം നല്ലതാണ് എങ്കിൽ ഏതൊരു ഫലത്തെയും അത് മാറ്റിമറിക്കും, വിഷുഫലത്തെ പോലും. എന്നാൽ ഈ വിഷു കഴിഞ്ഞ് കരുതിയിരിക്കേണ്ട 3 നക്ഷത്രജാതകരുണ്ട്. ഇവർക്ക് ഇങ്ങനെയൊരു ദോഷം വന്നു ചേരാൻ കാരണമെന്താണ് എന്ന് ചോദിച്ചാൽ, ഈ നക്ഷത്രജാതകർ അന്ത്യശൂലത്തിൽ വരുന്നു എന്നത് തന്നെയാണ്. ആ നക്ഷത്രജാതകർക്ക് അല്പം ദോഷമൊക്കെ ഉണ്ടാകാം. എന്നാൽ ഞാൻ പറഞ്ഞു, നക്ഷത്ര ദശാകാലം, നവഗ്രഹ അപഹാരഭുക്തികൾ, ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി, വിഷുഫലം, വ്യാഴം, ഇതൊക്കെ ചില മാറ്റങ്ങൾ ഇവരിൽ വരുത്തിയേക്കാം. എന്നിരുന്നാലും ഈ നക്ഷത്ര ജാതകർ അല്പം കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ 6 നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം ഗുണപ്രദമായ സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ ഇനി വച്ചടി കയറ്റമായിരിക്കും. ധാരാളം ധനം വന്നു ചേരുന്നു. വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു. ഇപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ദുഃഖങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ ദുഃഖങ്ങളൊക്കെ അകന്ന് രക്ഷപ്പെടാൻ കഴിയുന്നു 6 നക്ഷത്ര ജാതകർക്ക്. എന്നാൽ 3 നക്ഷത്ര ജാതകർക്ക് അല്പം മോശസമയവും. മോശസമയം എന്ന് പറയാൻ കഴിയില്ല, കാരണം ഇവരുടെ ഗ്രഹസ്ഥിതി അനുകൂലമാണ് എങ്കിൽ വിഷുഫലം അതിനെ മാറ്റിമറിച്ചേക്കാം. എന്നിരുന്നാലും കരുതിയിരിക്കുക. ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഈ 3 നക്ഷത്ര ജാതകർ അന്ത്യശൂലത്തിൽ വരുന്ന നക്ഷത്ര ജാതകർ, അവർ മറ്റാരുമല്ല, അതിൽ തിരുവോണം എടുത്തു പറയേണ്ട നക്ഷത്രമാണ്. ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ തീർച്ചയായും ഈ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിയും? തീർച്ചയായും അതിന് പരിഹാരമുണ്ട്. അത് മറ്റൊന്നുമല്ല, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നവഗ്രഹ പൂജ നടത്തുക. ഇതൊരു 6 മാസക്കാലം തുടർച്ചയായി നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നടത്തുക. തിരുവോണ നക്ഷത്ര ജാതകർ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടമാണ്. അവരും ഈ പറഞ്ഞതുപോലെ നവഗ്രഹ പൂജ നടത്തുക, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോവുക, നവഗ്രഹ പൂജ നടത്തുക, ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക, ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി 1 മാസത്തിൽ 1 തവണ ഗണപതി ഹോമവും നടത്തി മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം ചതയമാണ്. അന്ത്യശൂലത്തിൽ വരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് വിഷു കഴിഞ്ഞ് ഈ 3 നക്ഷത്ര ജാതകർ അല്പം കരുതിയിരിക്കണം എന്ന് പറഞ്ഞത്. ചതയ നക്ഷത്ര ജാതകർക്കും അത്ര നല്ല സമയമല്ല ഈ വിഷു സമ്മാനിക്കുന്നത്. ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരേണ്ടവർ തന്നെയാണിവർ. എന്നാൽ ചില ഗ്രഹസ്ഥിതികൾ ഇവർക്ക് അനുകൂലമാണ്. അത് മെച്ചപ്പെട്ട ഫലങ്ങൾ ഇവർക്ക് നൽകുകയും ചെയ്യും. എന്നാൽ വിഷുഫലത്തിൽ ഇവർക്ക് അല്പം ദോഷമുണ്ട് എന്ന് മാത്രം. എന്നാൽ രക്ഷപ്പെടുന്ന, ജീവിതത്തിലെ സകല മേഖലകളിലും ഉയർച്ച വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. അവർ മറ്റാരുമല്ല, അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതിയാണ്. ഇവർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. നേട്ടങ്ങൾ ഒരുപാട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഇവർക്കും ഭാഗ്യമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുവാനുള്ള യോഗം ഇവർക്കുണ്ട്. അടുത്ത നക്ഷത്രമോ രേവതി.
കഴിഞ്ഞ കുറേ നാളുകളായി ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ പേറി ജീവിച്ച ഈ നക്ഷത്ര ജാതകർക്കിനി ഐശ്വര്യത്തിൻ്റെ സമയമാണ്. ഇവർ ഇന്ത്യയിലാണെങ്കിലോ അതല്ലെങ്കിൽ വിദേശ രാജ്യത്ത് അമേരിക്കയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലായിക്കോട്ടെ, ന്യൂസിലാൻഡിലായിക്കോട്ടെ, കാനഡയിലായിക്കൊള്ളട്ടെ, UK ഏത് സ്ഥലത്താണെങ്കിലും, കുവൈറ്റിലായാലും ദുബൈയിലായാലും സൗദി അറേബ്യയിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും മസ്കറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവർ രക്ഷപ്പെടും. രേവതി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. അടുത്ത 3 നക്ഷത്ര ജാതകരുണ്ട്. നമ്മൾ 3 നക്ഷത്ര ജാതകരുടെ കാര്യം പറഞ്ഞു. ഈ 3 നക്ഷത്ര ജാതകർ അടുത്തതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ 3 നക്ഷത്ര ജാതകർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുക. ആരാണെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പ്രധാനമായും ഇവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ക്ഷേത്രത്തിൽ പോകുമ്പോൾ സർപ്പക്കാവിൽ പുള്ളുവൻ പാട്ട് പാടിപ്പിക്കുക. അതൊക്കെ ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് പോകുക. അടുത്ത നക്ഷത്രം അശ്വതിയാണ്. ഇവർക്കും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും. നിങ്ങളുടെ തലവര തെളിയും. നാളെ സൂര്യൻ ഉദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. എവിടെയൊക്കെ നിങ്ങൾ തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് തലയുയർത്തി തന്നെ നിൽക്കാൻ കഴിയും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഉറപ്പാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് അശ്വതി നക്ഷത്ര ജാതകർ എത്തുന്നത്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്ന ഒരു ഫലം. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. നിങ്ങൾ അതീവ സമ്പന്നതയിൽ എത്തിച്ചേരും. ശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് തീർച്ചയായും വലിയൊരു ഐശ്വര്യമാണ് വന്നു ചേരുന്നത്. വലിയൊരു നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. രാജയോഗത്തിൻ്റെ സമയമാണ്. 2024 വിഷുഫലത്തിൽ ഏറ്റവും അധികം ഫലം കാർത്തിക നക്ഷത്ര ജാതകർക്ക് തന്നെയാണ്. തളരാതെ മുന്നോട്ട് പോകുക. വിജയം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വിശേഷ ഭാഗ്യം വന്നു ചേരും. വിദ്യ കാരണമോ ഭാര്യ കാരണമോ സന്താനങ്ങൾ കാരണമോ നിങ്ങൾക്ക് ധനവാനായി തീരുവാനുള്ള ഒരു യോഗമുണ്ട്. ഒരു കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക. അത് നല്ലതായിരിക്കുമോ ചീത്തയായിരിക്കുമോ എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത് ശരിയാണോ നല്ലതാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം വളരെ നല്ലതായിരിക്കും. തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. അശ്വതിയും ഭരണിയും കാർത്തികയും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഗണപതി ഭഗവാന് മോദക വഴിപാടൊക്കെ നടത്തി മുന്നോട്ട് പോവുക. ഭാഗ്യം തുണയ്ക്കും. ധനവാനാകുവാനുള്ള യോഗം ഈ 6 നക്ഷത്ര ജാതകർക്കുമുണ്ട്. വിഷുഫലം മെച്ചമായതുകൊണ്ടോ അതല്ലെങ്കിൽ മോശമായതുകൊണ്ടോ ഒരു വർഷം മുഴുവൻ അതിൻ്റെ ഫലം മെച്ചമാകണമെന്നോ ദോഷമാകണമെന്നോ ഇല്ല. ജാതകത്തിലെ ഗ്രഹസ്ഥിതി, വിശേഷ യോഗങ്ങൾ, വിശേഷ നക്ഷത്രഫലം, ദശാഫലം, നവഗ്രഹ അപഹാര ഭുക്തികൾ, ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി വിഷുഫലത്തെ മാറ്റിമറിക്കും. ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. ഈശ്വരൻ നിങ്ങളെ തുണയ്ക്കും. ഭാഗ്യം നിങ്ങൾക്കൊപ്പമുണ്ടാകും. ഈശ്വരകാരുണ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.